ഹലോ ഗെയ്സ്, ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ നിന്നുപോയി. അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വേണം പുതിയ വീഡിയോ കാണാൻ. അപ്പോൾ അതുപോലെ ആ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിച്ചിരുന്നത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണും എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതാരും കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അപ്രതീക്ഷിതമായി പോയി. എല്ലാവർക്കും അതൊരു ഞെട്ടിക്കുന്ന കാര്യമായിട്ടായിരുന്നു മാറിയിരുന്നത്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ അന്യഗ്രഹ ആ സ്ഥലത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാകും. എല്ലാവരും പറയുന്നുണ്ട് ഏലിയൻസ് ജീവിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലാണ്. ഇതിന് പ്രത്യേകം വ്യത്യസ്തമായി നമുക്കൊരു സ്ഥലം കണ്ടെത്താനായിട്ടില്ല. എങ്കിൽ കൂടിയും നമ്മളെല്ലാവരും ഇത് കണ്ടെത്താൻ കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഇവരെല്ലാവരും എങ്ങനെയാണ് ഒരു ജന്മം കൊണ്ടത്? ഇറ്റ്സ് എ ഗോഡ് തിങ് ഓർ ദ സയൻസ്. വ്യക്തമായ ഒരു കാര്യമില്ല അല്ലേ ഇത്? അങ്ങനെ പല പല നിഗൂഢതകൾ. അപ്പോൾ ഈ പറഞ്ഞ ഏലിയൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും സത്യമാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്ന ഈജിപ്റ്റ് പിരമിഡ് സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് മനുഷ്യരുണ്ടാക്കിയതാണെന്നാണ്. മനുഷ്യർക്കൊരിക്കലും അത്രയും വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് ആരുണ്ടാക്കിയതാണ് എന്ന് ചോദിച്ചാൽ അത് ഏലിയൻസ് ഉണ്ടാക്കിയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏലിയൻസ് അവിടെയായിരുന്നു താമസം കൊണ്ടിരുന്നത്. പക്ഷെ ആ ചിത്രങ്ങൾ ചിലവർക്ക് പിടിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. പിരമിഡിൻ്റെ അടിയിൽ ഒരു ലോകം ഇപ്പോൾ അവർ കണ്ടെത്തി. അവർ പിരമിഡിൻ്റെ അടിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ആ ഒരു കൊട്ടാരം തന്നെ കണ്ടെത്താൻ പുതുതായിട്ട് സാധിച്ചു. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. ഇതിൻ്റെ പിന്നിൽ ഏലിയൻസ് ആണോ എന്ന് ഉള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും. ചിലപ്പോൾ ആയിരിക്കാം. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരാൾ വെറുതെ മീൻ പിടിക്കാൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അയാൾ അവിടെയാണെങ്കിൽ ആരുമില്ലാത്തൊരു സ്ഥലം. അയാൾ മീൻ പിടിക്കാനായിട്ട് ആ സ്ഥലത്തിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നതിന് ശേഷം അയാൾ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രകാശം പോലെ അയാൾക്ക് തോന്നി. എന്തോ ഒരു പ്രകാശം ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ. അയാൾ ആ പ്രകാശത്തെ തേടി അങ്ങ് പോയി. പ്രകാശത്തെ തേടി പോയ സമയം അയാൾ കണ്ട ഒരു വിചിത്രമായ എന്തോ ഒരു സൈസ് സാധനം. അയാൾക്ക് മനസ്സിലായിരുന്നില്ല ഇതെന്ത് പേടകമാണെന്ന്. അപ്പോൾ അത് കണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു റിങ് ആകൃതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ആ ആകൃതിയിലുള്ള സാധനം അത് ഒരു വെഹിക്കിൾ പോലെയൊക്കെ ഏകദേശം ഇരിക്കും. അങ്ങനെ ആ സാധനം തപ്പി അയാൾ പോയി. അപ്പോഴേക്കും അതിങ്ങനെ വലിച്ച് അയാളെ എടുക്കുകയായിരുന്നു. നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്തായാലും ഞെട്ടി. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്ചര്യം തോന്നും. പക്ഷെ ഇത് സത്യമാണ്. അയാളെ വലിച്ചെടുത്തു ആ ഒരു സംഭവം. പേടകം നമ്മൾ കണ്ടിട്ടുണ്ട്, ഏലിയൻസ് ഒരുത്തരെ വലിച്ച് എടുക്കുന്നതായിട്ടൊക്കെ അല്ലേ, കണ്ടിട്ടില്ലേ? അതുപോലെ റിയലായിട്ട് അയാളെ വലിച്ചെടുത്തു എന്നതാണ് പറയുന്നത്. ഇത് സത്യത്തിൽ റിയലാണ്. പക്ഷെ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ ചാൻസും കുറവാണ്. കാരണം ഇപ്പോൾ ഏലിയൻസ് വന്നു കഴിഞ്ഞാലും 4 വർഷത്തിന് മുമ്പേ ഉള്ള കാഴ്ച ഇവിടെ കാണത്തുള്ളൂ. കൊറോണ ടൈമൊക്കെ. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അത്രയും ഗ്രഹത്തിൽ നിന്ന് ദൂരെ വരികയല്ലേ. അപ്പോൾ അവിടെയുള്ള ആ ലൈറ്റിംഗ് വീകം അവർക്ക് പഴയ കാര്യങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. നമുക്കറിയാം സണ്ണ് ഭൂമിയിൽ പ്രകാശിക്കാൻ 8 മിനിറ്റ് 50 സെക്കൻഡ് എടുക്കുന്നു എന്ന്. അത് സത്യമാണ്. അത് ഭൂമിയിലേക്ക് എത്താൻ അത്രയും മിനിറ്റ് എടുക്കുന്നു. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഈ ഭൂമിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പിടികിട്ടും. നമ്മളും ഇനി ഏലിയൻസിൻ്റെ വലയിൽ അകപ്പെട്ടു പോകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?